നമസ്കാരം. ജെഎം ടോക്സിലേക്ക് സ്വാഗതം. സത്യത്തിൽ എന്തൊരു ദയനീയാവസ്ഥയാണ് ഇപ്പോൾ ഗാസയിൽ. കഴിഞ്ഞ 2 വർഷമായി ഗാസയുടെ ദുരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ആളുകൾ പട്ടികളെപ്പോലെ വെടിവെച്ച് കൊല്ലപ്പെടുന്നു. അവർ ജീവന് വേണ്ടി പലായനം നടത്തുന്നു. തെക്ക് നിന്ന് വടക്കോട്ട് പലായനം നടത്തി കുറേ കഴിഞ്ഞ് അവർ വീണ്ടും മടങ്ങി വരുന്നു. വീണ്ടും അവർ പലായനം ചെയ്യുന്നു. ഇപ്പോഴതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ എന്താണ് നാം ഗാസയിൽ കാണുന്നത്? അവിടെ കരയിലൂടെയും വെള്ളത്തിലൂടെയും ആകാശത്തിലൂടെയും ഇസ്രായേൽ യുദ്ധം നടത്തുകയാണ്. ഗാസയിലെ ജനങ്ങൾ, ആകെ നമുക്കറിയാം 10 ലക്ഷം ജനങ്ങൾ മാത്രമാണ് അവിടെയുള്ളത്. അവരിൽ ഏകദേശം പകുതിയോളം ആളുകൾ അവിടെ നിന്ന് ഉത്തര ഗാസയിലേക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞു. അവശേഷിക്കുന്നവർ ഇനി ഉത്തര ഗാസയിലേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല. കാരണം അവിടെയും അങ്ങേയറ്റത്ത് ദുരിതവും പേറി അവിടെ ആളുകൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു, പട്ടിണി കൊണ്ട് മരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അവശേഷിക്കുന്ന പലസ്തീൻകാർ ഗാസയിൽ തന്നെ തോക്കിൻ്റെ മുന്നിൽ മരിച്ചു വീഴാൻ തയ്യാറായി തങ്ങളുടെ ദിവസങ്ങൾ എണ്ണുകയാണ്. ഇസ്രായേൽ പറയുന്നത് അവർ അവസാനത്തെ യുദ്ധം ആരംഭിച്ചു എന്നാണ്. അവർ പലസ്തീനെ ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ പ്രഖ്യാപനം ഒരു ദിവസത്തിൻ്റെയോ ഏതാനും ദിവസങ്ങളുടെയോ മാസങ്ങളുടെയോ വർഷങ്ങളുടെയോ അല്ല. സഹസ്രാബ്ദങ്ങളായി അവിടെ നിലനിന്ന ഒരു രാഷ്ട്രത്തിന് നേരെയുള്ള ഇസ്രായേലിൻ്റെ ഒരു വെല്ലുവിളിയാണ്. ഇസ്രായേൽ ജനത എങ്ങനെ ലോകം മുഴുവൻ ചിതറപ്പെട്ടതിന് ശേഷവും അവിടെ തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയാണ് എന്ന് പറഞ്ഞ് ഇസ്രായേലിലേക്ക് തിരിച്ചെത്തി അവിടെ ഒരു രാഷ്ട്രം പടുതുയർത്തിയോ, അതുപോലെ തന്നെ അവിടെ നിലനിന്ന ഒരു രാഷ്ട്രമാണ് പലസ്തീൻ എന്ന് നമുക്കറിയാം. അവിടെ ഇപ്പോൾ ജീവിക്കുന്ന ഗാസ സിറ്റിയിൽ ഇപ്പോൾ കഴിയുന്ന 10 ലക്ഷം പേരെയും വെടിവെച്ച് കൊന്നാലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഇസ്രായേലിന് നേരെ വിരൽ ചൂടാൻ വേണ്ടി വീണ്ടും പലസ്തീനികൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചരിത്രം നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ ഗാസയിൽ ഈ നരനായാട്ട് നടത്തുമ്പോൾ അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാവാം. അവിടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെന്ന് പറയാം. ഗാസയിലെ തീവ്രവാദികളെ ഇല്ലാതാക്കിയേ കഴിയൂ എന്ന് ഇസ്രായേൽ പറയുമ്പോഴും അതോടൊപ്പം മരിച്ചു വീഴുന്ന സാധാരണക്കാരായ ജനങ്ങൾ, നിരപരാധികളായ നിസ്സഹായരായ കുട്ടികൾ, അവരുടെ മരണം അത് ലോകത്തെവിടെ സംഭവിച്ചാലും, സ്വന്തം രാജ്യത്തായാലും അയൽ രാജ്യങ്ങളിലായാലും ഈ ഭൂഗോളത്തിൽ എവിടെയാണെങ്കിലും നിരപരാധികൾ മരിച്ചു വീഴുന്നത് കണ്ടു നിൽക്കാൻ മനസാക്ഷിയുള്ള ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ പലസ്തീനിൽ അല്ലെങ്കിൽ ഗാസ സിറ്റിയിൽ ഇസ്രായേലിൻ്റെ തോക്കിന് മുന്നിൽ നിരപരാധികൾ വീഴുമ്പോൾ അത് തങ്ങളുടെ സഹോദരങ്ങളാണ് എന്നുള്ള ചിന്ത ജാതി മത പ്രാദേശിക വ്യത്യാസമില്ലാതെ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് പ്രശസ്ത സാഹിത്യകാരിയായ ഡോക്ടർ എം ലീലാവതി ഗാസയിലെ കുട്ടികളെക്കുറിച്ച് വിലപിച്ചത്. അതുകൊണ്ടാണ് അതിൻ്റെ പേരിൽ അവർ സൈബർ ആക്രമണത്തെ നേരിട്ടത്. പക്ഷേ 97 വയസ്സുള്ള ആ മഹതി, അവരുടെ മാതൃത്വത്തിനേറ്റ ആ വേദന, കുട്ടികളുടെ മരണം കണ്ട് അവരുടെ മാതൃത്വം നൊമ്പരപ്പെട്ടപ്പോൾ അവർ അതിനോട് പ്രതികരിച്ചത് സ്വാഭാവികമായി മാത്രമാണ്. അതുപോലും ആക്രമിക്കപ്പെടുന്ന, അതിനെപ്പോലും വിമർശിക്കുന്ന ഒരു സമൂഹം ഈ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും ലജ്ജാകരമായ കാര്യമാണ്. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന ഈ നരനായാട്ട്, അതിനെതിരെ UN ശബ്ദിച്ചു കഴിഞ്ഞു. അതിനെതിരെ യൂറോപ്യൻ യൂണിയൻ ശബ്ദമുയർത്തി കഴിഞ്ഞു. അതിനെതിരെ ഒട്ടുമിക്ക രാജ്യങ്ങളും അവരുടെ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ യുദ്ധം നിർത്താൻ ആർക്കും കഴിയുന്നില്ല. തെരുവിൽ ഒരു കുട്ടിയെയോ ഒരു നിരപരാധിയോ ആരെങ്കിലും ആക്രമിക്കുന്നത് കണ്ടാൽ കണ്ടു നിൽക്കുന്ന ആളുകൾ ഓടിപ്പോയി അവർക്ക് സംരക്ഷണം നൽകും. പക്ഷേ ഒരു രാജ്യം വേറൊരു രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുമ്പോൾ ലോകം മുഴുവൻ സഹായതയോടെ നിൽക്കേണ്ട ഒരവസ്ഥയാണ് എന്നുള്ളതാണ് ഈ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ അറുതി വരുത്തിയേ തീരൂ. അവിടുത്തെ തീവ്രവാദികൾ ഉന്മൂലനം ചെയ്യപ്പെടണമെന്നാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യമെങ്കിൽ അതിൻ്റെ പേരിൽ അവിടുത്തെ നിരപരാധികളെ കൊന്നൊടുക്കുന്നത് തെറ്റാണ് എന്ന് ലോകം ഇസ്രായേലിനോട് പറയണം, ലോകം അമേരിക്കയോട് പറയണം. അത് അവസാനിപ്പിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ ബാക്കി എല്ലാ രാജ്യങ്ങളും സംഘടിക്കണം. അങ്ങനെ സംഘടിച്ച് അത് ശക്തിയായി അഭിപ്രായ രൂപവൽക്കരണമായി വളർത്തിക്കൊണ്ട് ഈ നരനായാട്ടിനെതിരെ ഒരു അന്ത്യവിധി എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ ലോകത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള നരനായാട്ടുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇന്ന്
ഗാസയിൽ പലസ്തീൻ ജനതയ്ക്ക് നേരെ നടക്കുന്ന ഈ ആക്രമണത്തിന് നേർക്ക് ലോകത്തിലെ എല്ലാ രാഷ്ട്രത്തലവന്മാർക്കും അതിനോട് പ്രതിഷേധമുള്ള, അതിൽ ദുഃഖമുള്ള, മനുഷ്യത്വമുള്ള, മാനസിക വികാരമുള്ള എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ കഴിയുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി താഴെയുള്ള ബെൽ ബട്ടണിൽ അമർത്തുക.